കോന്നിയിൽ ക്വാറിയിൽ പാറയിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അജയ് റേയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമനുണ്ട്. സമീപത്തെ പാറക്കല്ലുകൾ നീക്കിയപ്പോഴാണ് ഇപ്പോൾ അജയ് റേയെ ഇപ്പോൾ ആ ഹിറ്റാച്ചിക്കുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്, കേബിളിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്യാബിനുള്ളിലാണ് അജയ് കുമാർ റായെ കണ്ടെത്തിയിരിക്കുന്നത്. എക്സ്കവേറ്ററിൽ ആൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഇപ്പോൾ ക്യാബിനുള്ളിൽ അയാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. രാത്രിയിലും പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ലോങ് ബ്രൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ ഇപ്പോൾ നിർണായകമായ ഒരു കണ്ടെത്തൽ അജയ് റായിയെ ക്യാബിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എക്സ്കവേറ്ററിന്റെ ക്യാബിനുള്ളിലാണ് അജയ് റായി ഉള്ളതായി മനസ്സിലാക്കുന്നത്. പ്രവീണുണ്ട്. പ്രവീൺ, ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരുപക്ഷെ ഒരു 10% താഴെ മാത്രം സാധ്യതയുള്ള ഒന്നാണ്. ഒരു ശബ്ദവും അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്യാബിനുള്ളിൽ നമുക്ക് അജയ് റായെ കണ്ടെത്താൻ സാധിച്ചുവെന്നാണോ? അരുൺ, ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ അത് ഫലം കണ്ടിരിക്കുന്നു. അജയ് റായിയുടെ ആ രൂപം അതിനകത്ത് ഉണ്ട് എന്ന് ഇപ്പോൾ ഈ ഹെലിക്യാം ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ആളുണ്ട് ഏതായാലും. പക്ഷേ അങ്ങോട്ടേക്ക് ഈ രക്ഷാദൗത്യസേനയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പാറക്കല്ലുകൾ നീക്കിയതിന് ശേഷം ആകാശ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഒരാൾ അതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. അത് എക്സ്കവേറ്ററിന്റെ ഓപ്പറേറ്റർ ആയിട്ടുള്ള അജയ് രാജ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. പക്ഷേ അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി തുടർ നിമിഷങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രക്ഷാദൗത്യസേന ഇപ്പോൾ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. എക്സ്കവേറ്ററിന്റെ പാറക്കല്ലുകൾ നീക്കിയ ഭാഗത്തേക്ക് ദൗത്യസേനയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. NDRF-ഉം ഒപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെ വിദഗ്ധ ആ ഒരു സേനയും ഇപ്പോൾ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ റോപ്പിൽ കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിന് മുമ്പായി തന്നെ ജില്ലാ ഭരണകൂടം അത് ഈ ആകാശ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് തൊഴിലാളി തന്നെയാണ് അതിനുള്ളിൽ കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. മുകളിലുണ്ടായിരുന്ന കുറെ പാറക്കഷണങ്ങൾ മാറ്റാൻ സാധിച്ചു അല്ലേ ഈ ലോങ് ബ്രൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച്? അതെ അരുൺ, ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 90% പാറകളും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് എക്സ്കവേറ്ററിന്റെ ഒരു പൂർണ്ണ ദൃശ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. 50 ടണ്ണിലധികം പാറ അവിടെ ഉണ്ട് എന്നാണ് ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഹിറ്റാച്ചിക്ക് പകരം വലിയ ലോങ് ബൂം ഒരു എക്സ്കവേറ്റർ തന്നെ ഇവിടേക്ക് എത്തിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ എക്സ്കവേറ്ററിന്റെ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന്റെ ചുറ്റിലുമുള്ള പാറക്കല്ലുകൾ നീക്കം ചെയ്യുകയും അതിനുള്ളിൽ ഒരു തൊഴിലാളി ഉണ്ടെന്ന് കിടപ്പുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇനി ദൗത്യ സേനാംഗങ്ങൾക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 4 ദൗത്യ സേനാംഗങ്ങൾ ആ ഭാഗത്തേക്ക് റോപ്പിൽ കൂടി ഇറങ്ങിയിരുന്നു. 2 NDRF സേനാംഗങ്ങളും 2 അഗ്നിരക്ഷാ സേനാംഗങ്ങളുമായിരുന്നു അവിടേക്ക് ഇറങ്ങിയിരുന്നത്. 4 പേർ അങ്ങനെ ഇറങ്ങിയിരുന്നു. പക്ഷെ അവർക്ക് കൈകൊണ്ട് പാറക്കല്ലുകൾ നീക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. വീണ്ടും പിന്നീട് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ അത് ആലപ്പുഴയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ചാണ് ദൗത്യം വീണ്ടും പുനരാരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ അധികം സമയം ആ പാറക്കല്ലുകൾ അവിടെ നിന്ന് നീക്കേണ്ടി വന്നു. കാരണം 50 ടണ്ണിലധികം പാറക്കല്ലുകളാണ് ആ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന് ചുറ്റിലും ഉണ്ടായിരുന്നത്. അത് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റി അതിനുശേഷം ആകാശ ദൃശ്യം കൂടി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ അടുത്തേക്കുള്ള ദൃശ്യങ്ങൾ അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് അജയ് റായ് ഇതിനുള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയും ഏറെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ്. കാരണം ഇപ്പോഴും ഈ ദൗത്യ സേനാംഗങ്ങൾക്ക് ആ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് റോപ്പിൽ കൂടി അങ്ങോട്ട് ഇറങ്ങണം. അതും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നലെ മറ്റൊരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തതിന് ശേഷം നിമിഷങ്ങൾക്കകം തന്നെ, കുറച്ച് സമയങ്ങൾക്കകം തന്നെ വലിയ പാറക്കൂട്ടം മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ NDRF സംഘങ്ങളും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പറഞ്ഞത് തങ്ങൾ ആ നിന്ന ഭാഗത്തേക്ക് തന്നെയാണ് വലിയ പാറക്കൂട്ടം വീണത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. വലിയ കാറ്റൊന്നും ഈ
ഭാഗത്ത് വീശുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റോപ്പിൽ കൂടി ഇനിയിപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ കഴിയും. ഇനിയിപ്പോൾ ഈ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളെ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇന്നലെ കൊണ്ടുപോയ പാതയിൽ കൂടി തന്നെയായിരിക്കും, അതായത് ഇന്നലെ ഒരു മൃതദേഹം കണ്ടെടുത്തിരുന്നു, അതിനുശേഷം ആ മൃതദേഹം നീക്കിയ ഭാഗത്തുകൂടി തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ആളെയും പുറത്തേക്ക് എടുക്കുക. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10% സാധ്യത എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. ഉദ്യോഗസ്ഥർ പറയുന്നത് അജയ് റായിയുടെ ശരീരത്തിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അജയ് റായി മരിച്ച നിലയിലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക, അല്ലേ? എന്താണ് NDRFിലെ സംഘങ്ങൾ പറയുന്നത്? ജീവന്റെ സാധ്യത എന്തെങ്കിലും പറയുന്നുണ്ടോ അവർ? അരുൺ, ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വിദഗ്ധ സേനാംഗങ്ങൾ 2 പേർ, അത് ഒരാൾ അമൽ ജിത്തു, ഇങ്ങനെ 2 പേരായിരിക്കും. അവര് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമാണ്. ആ 2 പേരായിരിക്കും റോപ്പിൽ കൂടി അല്പസമയത്തിനകം അവിടേക്ക് ഇറങ്ങുക. ഏതായാലും ഒരാൾ അജയ് റായ് ഇതിനുള്ളിൽ അതിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ബിനിമോൻ എന്ന ഒരു ഫയർഫോഴ്സ് സേനാംഗം കൂടി ഇറങ്ങും. അങ്ങനെ 3 പേരായിരിക്കും റോപ്പിൽ കൂടി അല്പസമയത്തിനകം അവിടേക്ക് ഇറങ്ങുക. പ്രവീൺ തുടരുക. ദിലീപ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ ക്യാബിനുള്ളിൽ അജയ് റോയ് കുടുങ്ങിക്കിടക്കുകയാണ്. അജയ് റോയിയെ ഇന്ന് രാവിലെയും നമ്മൾ ഒരു ശ്രമം നടത്തിയിരുന്നു. 4 പേർ അവിടെ ഇറങ്ങി NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും 2 ദൗത്യസേനാംഗങ്ങൾ ഇറങ്ങിയാണ് പരിശോധന നടത്തിയത്. പക്ഷേ അപ്പോഴൊക്കെ മുകളിൽ നിന്ന് പാറ വീഴുന്നുണ്ടായിരുന്നു. വളരെ അപകടകരമായ സാഹചര്യമായിരുന്നു. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർ അവിടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അജയ് റോയിയെ അതിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.